ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിത്യജീവിത ചെലവിനുള്ള വായ്പ, അത് എങ്ങനെയാണ് പ്രായം മാറി കഴിയുമ്പോൾ ഉപജീവന മാർഗം എന്നുള്ള ഒരു തലത്തിൽ വേണമെങ്കിൽ ചിന്തിക്കാം. റിവേഴ്സ് മോർട്ട്ഗേജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലോൺ ഫോർ ലിവിങ് എക്സ്പെൻസ്. തീർച്ചയായിട്ടും അത് എടുക്കുന്നത് വിജയ് തോമസ് സാറാണ്. സാർ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആണ്. ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത കാനറ ബാങ്കിലെ മാനേജറാണ്. അതിനേക്കാളൊക്കെ ഉപരി ഈ പ്രത്യേക സാഹചര്യത്തിലും ഇതുപോലുള്ള വിഷയങ്ങൾ പഠിക്കാനും അത് കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അതുകൊണ്ട് സമൂഹത്തിനൊരു വലിയ സേവനമായി മുന്നോട്ട് പോകാനും ഒക്കെ സാറിന് സാധിക്കുന്നതിൽ പ്രത്യേകം സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. സാറിന് വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. യു ആർ വെൽക്കം സർ. ഓക്കെ, നമ്മുടെ മാറ്റിനി വെബിനാറിലെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ വളരെ ഹൃദ്യമായി വളരെ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാനിപ്പോ കുറച്ച് നാളുകളായിട്ട് ഞാൻ ബാങ്കിങ് ആയിട്ട് കുറേ കാര്യങ്ങളെ പറ്റി ക്ലാസ്സുകൾ എടുത്തു. അതിനുശേഷം എടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ വായ്പകളെ പറ്റിയാണ്. വായ്പകൾ പലരും ആവശ്യപ്പെട്ടു, അതും പ്രകാരമാണ് ഇന്ന് ഞാനിപ്പോൾ പറയുന്നതും ഒരു വായ്പയാണ്. അതും ഇവിടുത്തെ നമ്മുടെ ഒരു പ്രേക്ഷകൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ ഈ വിഷയം ഇത് എടുക്കാനായിട്ട് കാരണം. അപ്പം കഴിഞ്ഞ ആഴ്ച എടുത്തത് മോർട്ട്ഗേജ് ലോണിനെ പറ്റിയാണ്. ഇത് അതിൻ്റെ നേരെ റിവേഴ്സ് ആണ്, റിവേഴ്സ് മോർട്ട്ഗേജ് ആണ് ഈ ലോണിന്റെ പേര്. അപ്പം അങ്ങനെയുള്ള ഒരു വായ്പ, ഇത് ആവശ്യം വരുന്ന സാഹചര്യം ഒന്ന് വിവരിച്ചാലേ ഉള്ളൂ നമുക്ക് അതിനെപ്പറ്റി, ഈ വായ്പയുടെ ഒരു പ്രത്യേകതയെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ അനാഥാലയങ്ങളുണ്ട്, ചെറിയ കുട്ടികളെ എടുത്തു സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അത് കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്നുമുണ്ട്. ഒരുപാട് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ വളരെയധികം കണ്ടുവരുന്ന മറ്റൊന്നാണ് വൃദ്ധസദനങ്ങൾ. അതിപ്പോൾ പലയിടത്തും കൂടുതലായി ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ് വൃദ്ധസദനം. ഈ വൃദ്ധസദനങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള കാരണത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാം കൂടുതലുള്ളൊരു നമ്മുടെ ഇതിനകത്തുള്ളവരെ കൂടുതലും പ്രായമുള്ളവർ. എന്തുകൊണ്ടാണ് ഈ വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നത്? അതിന്റെ കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള വൈമുഖ്യം, കടമകളിൽ നിന്നുള്ള ഒളിച്ചോട്ടം, അത് തന്നെയാണ്. വൃദ്ധജനങ്ങൾക്ക് സംരക്ഷണം ഇല്ല. അപ്പൊ വൃദ്ധജനങ്ങൾക്ക് അവരുടെ ജീവിത കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ഒരു വഴി ആവശ്യമാണ്. അതിന് അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വൃദ്ധജനങ്ങൾ എത്തിയിരിക്കും. അപ്പം അവരുടെ ആവശ്യങ്ങളും കണ്ടെത്താൻ തക്കവണ്ണം നമ്മുടെ നാടും ശ്രദ്ധിക്കേണ്ടിയിരിക്കും. അപ്പൊ ഇതുപോലെ പല പല പദ്ധതികൾ വായ്പകളായി നൽകുന്ന അല്ലെങ്കിൽ ഫിനാൻസായി പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ ഈ കാര്യത്തിലും താല്പര്യം എടുത്തതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു വായ്പ പദ്ധതിയാണ് റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ എന്ന്. അപ്പം ആ റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ എന്താണ്, ആർക്കാണ് ഇത് എടുക്കാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിനൊരു PPT ഉണ്ട്, ഞാൻ PPT ഷെയർ ചെയ്യുകയാണ്. സാറേ കാണാൻ മേലെ? കാണാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ലോൺ പറഞ്ഞ പോലെ അതിന്റെ പേര് റിവേഴ്സ് മോർട്ട്ഗേജ് ലോണാണ്. ദാറ്റ് ഈസ് എ ലോൺ ഫോർ ലിവിങ് എക്സ്പെൻസ്. അത് സീനിയർ സിറ്റിസന് വേണ്ടിയിട്ടുള്ള, വൃദ്ധജനങ്ങൾക്ക് തന്നെ വേണ്ടിയിട്ടുള്ള ഒരു വായ്പാ പദ്ധതിയാണ്. അത് പക്ഷേ വെറും അനാഥരായിരിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വായ്പാ പദ്ധതി അല്ല. ഈ വായ്പ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ലാഭത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനവും കൂടിയാണ്. അത് കേവലം ഒരു സേവനമോ ചാരിറ്റബിളോ ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം അല്ല.
അപ്പൊ തീർച്ചയായിട്ടും അതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമായിരിക്കും ബാങ്കുകൾ പദ്ധതിയായിട്ട് വരും. അപ്പോ ഇവർക്ക് വേണ്ടി ഈ വൃദ്ധജനങ്ങൾക്ക് കൊടുക്കുന്ന വായ്പ എന്ന് പറഞ്ഞാൽ ഈ വൃദ്ധജനങ്ങളിൽ പലരും, പ്രത്യേകിച്ച് നമ്മുടെ NREs ആയിട്ടുള്ളവർ, അവരുടെ നല്ല കാലം മുഴുവൻ വിദേശത്ത് പോയി പണിയെടുത്ത് അവര് ധാരാളമായ പൈസ വീട്ടിലുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അതിനുശേഷം അവർ തിരിച്ചു വരികയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ നമ്മളെ സംബന്ധിച്ചു. അങ്ങനെയുള്ളവർ ഇവിടെ വന്ന് മനോഹരമായ കെട്ടിടങ്ങളൊക്കെ പണിതിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ കെട്ടിടം പണിയ എന്ന് പറഞ്ഞ ആൾക്കാരുടെ വിദേശത്ത് NREs വന്നവർക്ക് അത് വലിയൊരു ഹോബിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ തന്നെ. അപ്പൊ അങ്ങനെ ധാരാളമായി പണി എടുത്തു. ഈ വിദേശത്ത് വന്നവരെ സംബന്ധിച്ചിടത്തോളം പെൻഷനോ അങ്ങനെയുള്ള മറ്റ് റിട്ടയർമെന്റ് ബെനിഫിറ്റുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർ കൊണ്ടുവന്ന് വെച്ച ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം തീർന്നു പോയെങ്കിൽ പിന്നീട് അവരുടെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരുന്നവർ. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ്. അവർക്ക് സംബന്ധിച്ച് പെൻഷൻ ഇല്ല. പെൻഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾ ധാരാളം. അവർക്ക് കേവലമായ ഒരു PF പെൻഷനുണ്ട്. PF പെൻഷൻ എന്ന് പറഞ്ഞാൽ എത്ര രൂപ കിട്ടും? റോയ് സാറേ, എത്ര രൂപ കിട്ടും PF പെൻഷൻ എന്ന് പറഞ്ഞാൽ? 1200 അല്ലേ? 1200, 2000, 3000. ഇപ്പൊ അത് ചാലോടെ കൂട്ടിയിട്ടുണ്ട്, കൂടിയ 6000. അതിനപ്പുറം കിട്ടുന്ന ഒരു പരിപാടിയില്ല PF പെൻഷൻ. അതുകൊണ്ട് ഒരാളുടെ ജീവിത ചെലവ് നടത്തുക എന്ന് പറഞ്ഞ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല പല രീതിയിലുള്ള ആൾക്കാർ ഉണ്ട്. അതുപോലെ തന്നെ നല്ല സ്വത്തുക്കൾ ഉണ്ടായിരുന്ന പല പേരൻസ് ഉണ്ട്. അവര് ഉദ്ദേശശുദ്ധിയിൽ മക്കൾക്കെല്ലാം എഴുതി കൊടുത്തു. അവരുടെ ജീവിത ചെലവിന് വേണ്ടിയുള്ള ക്ലോസ് പോലും ആധാരത്തിൽ വെക്കാതെ എഴുതി കൊടുത്ത പേരൻസ് ധാരാളം. അവരുടെ കാര്യത്തിലും പല മക്കളും, എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയണേ, വളരെ കുറഞ്ഞ ശതമാനം അങ്ങനെ ഉള്ളൂ. മാതാവ് ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഇവർക്ക് ജീവിക്കുവാൻ തക്കവണ്ണം അവരുടെ അസറ്റ് ഉണ്ട്, പക്ഷെ അവർക്ക് ഇൻകം ഇല്ല. അതാണ് അവരുടെ പ്രശ്നം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വായ്പാ പദ്ധതിയാണ് നമ്മുടെ റിവേഴ്സ് മോർഗേജ്. അത് അവരുടെ ഇതുപോലുള്ള ജീവിത ചെലവുകൾ കണ്ടെത്താൻ തക്കവണ്ണം അവർക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിന്റെ എലിജിബിലിറ്റി, അതായത് ഇത് സീനിയർ സിറ്റിസന് വേണ്ടിയിട്ടുള്ള ഒരു വായ്പയാണ്. ഇത് ലഭ്യമാകണമെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞിരിക്കണം. 60 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ഈ ലോണിന് അർഹതയുള്ളൂ. ഇത് ജോയിന്റ് ആയിട്ട്, സ്പൗസിന്റെ കൂടെ ജോയിന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ഇത് എടുക്കണമെങ്കിൽ സ്പൗസിന് 58 വയസ്സെങ്കിലും ആയിരിക്കും. സ്പൗസിന് 58 കുറവാണെങ്കിൽ ഈ ലോൺ എടുക്കാൻ പറ്റില്ല. ഇപ്പം ഇത് എടുക്കുന്ന ആളിന് 65 ഉണ്ടെങ്കിലും സ്പൗസിന് 57 ആണ്, ജോയിന്റ് പ്രോപ്പർട്ടിയാണ് എടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ മാത്രമുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ എടുക്കുന്നതിന് തടസ്സമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ 58 എന്ന് പറഞ്ഞ ജോയിന്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ പലരും രണ്ടുപേരുടെയും കൂടെ പേരിലായിരിക്കും പ്രോപ്പർട്ടി എഴുതിയിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സാഹചര്യമാണെങ്കിൽ ഈ പ്രോപ്പർട്ടി മോർഗേജ് ചെയ്യേണ്ട 2 പേരുകൂടിയാണ്. അതിന് സ്പൗസിന് 58 ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് അർഹതയുള്ളൂ. അതാണ് പറഞ്ഞത്. ഇതിപ്പം ഇതിൽ ആരുടെയെങ്കിലും പേരിലുള്ള പ്രോപ്പർട്ടി ആകാല. ഈ പ്രോപ്പർട്ടി ഇവരുടെ പേരിൽ ആകണം എന്നുള്ള ഒരു കണ്ടീഷൻ. അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയേ ഉള്ളൂ. മറ്റിപ്പോ നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തപ്പോൾ കഴിഞ്ഞു, ക്ലോസ് റിലേറ്റീവ്സിന്റെ പേരിലാണ് പ്രോപ്പർട്ടി എങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഇതിന് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അവരുടെ പേരിലായിരിക്കണം. ഈ പ്രോപ്പർട്ടിയുടെ ലാസ്റ്റിക് വാല്യൂ, അതായത് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് പണിത് വെച്ച വളരെ പഴയൊരു കെട്ടിടമാണ് എടുക്കാൻ പറ്റും. ഇത് വായ്പ തന്നു കഴിഞ്ഞാൽ 20 കൊല്ലത്തേക്കെങ്കിലും നീളുന്ന ഒരു എക്സിസ്റ്റൻസ് ഈ ബിൽഡിങ്ങിന് ഉണ്ടായിരിക്കണം എന്ന് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്യേണ്ട കാര്യം. അതായത് ഇത് 20 കൊല്ലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു വായ്പയാണ്. അപ്പം 20 കൊല്ലമെങ്കിലും ലൈഫുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനും വെക്കുന്നുണ്ട് ബാങ്കുകാർ. കാരണം
ഈ പ്രോപ്പർട്ടി മോർഗേജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഒരു പക്ഷേ ഇത് ബാങ്കിന്റെ ആകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു സാധ്യതയുള്ളൊരു കെട്ടിടം അത് ഒരു വീടായിട്ട് തന്നെ അവിടെ കാണണം. അതിനായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. 20 കൊല്ലമെങ്കിലും നിലനിൽപ്പുള്ള ഒരു കെട്ടിടമായിരിക്കും. അത്രയും ഇതുള്ള ഒരു കെട്ടിടമായിരിക്കും. ഓക്കെ, ഇതൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ പറ്റില്ല. ഇത് ഒരു വീടായിട്ട് അത് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വീടാണെങ്കിൽ മാത്രമേ ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഉണ്ടാകാൻ നമുക്ക്. ആ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അത് വെച്ച് ഈ റിവേഴ്സ് മോർഗേജ് ലോൺ എടുക്കാം. ഉള്ളിയെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിക്കാണ് ഇതിന്റെ എലിജിബിലിറ്റി. ഇതിനും ക്രെഡിറ്റ് റേറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഒരു മിനിമം ലെവലെങ്കിലും ഇല്ലെങ്കിൽ ഇതിന് അർഹത കിട്ടില്ല. അദ്ദേഹം വളരെയധികം ബാധ്യതക്കാരനാണ്, അല്ലെ തിരിച്ചടക്കിയല്ലാത്ത സ്വഭാവമുള്ള ആളാണ് എന്നുള്ള ഒരു രീതിയാണ് പലപ്പോഴും ഇത് ഉദ്ദേശിക്കുന്ന. അയാൾ തിരിച്ചടയ്ക്കാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ പോലും അയാളുടെ തിരിച്ചടവ് സ്വഭാവം അല്ലെങ്കിൽ മേടിച്ചാൽ കൊടുക്കുന്നവനാണോ എന്നെങ്കിലും ബാങ്കിന് അറിഞ്ഞിരിക്കണം എന്നുള്ളതുണ്ട്. അതുകൊണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ആവശ്യമാണ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പോലെ സിബിൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് എല്ലാവരും കൂടുതൽ എടുക്കുന്നത്. സിബിൽ അല്ലെങ്കിൽ സ്ക്രിപ്പ്, പിന്നെ ഇക്കിഫാക്സ്, എക്സ്പീരിയൻ, ഇതിലേതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു മിനിമം റേറ്റ് എങ്കിലും ഉണ്ടാകണം. നല്ല റേറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കുള്ള ലോണിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. നല്ല കൂടിയ സ്കോർ ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ റേറ്റ് കുറവായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ്. അതേസമയം സ്കോർ കുറഞ്ഞ ആളാണെങ്കിൽ എലിജിബിലിറ്റിക്കുള്ള മുകളിലുള്ള സ്കോർ ഉണ്ട്, പക്ഷെ കുറഞ്ഞ സ്കോറാണ് എങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ആ ഒരു വ്യത്യാസവും ഇതിന് ഉണ്ട്. ഇനി ഈ ആപ്ലിക്കന്റ് തരേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? മെയിനായിട്ട് KYC ഡോക്യുമെന്റ്സ് ആണ് വരേണ്ടത്. ഒന്ന്, നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി പ്രൂഫ് വേണം. അതായത് ആധാർ അല്ലെങ്കിൽ നമ്മുടെ പാൻ കാർഡ് അതുപോലുള്ള എന്തെങ്കിലും. പിന്നെ റെസിഡൻഷ്യൽ അഡ്രസ്സ് കിട്ടുന്ന പ്രൂഫ്. അതിന് നമുക്ക് ആധാറിൽ അഡ്രസ്സ് ഉണ്ട്, അല്ലെങ്കിൽ റേഷൻ കാർഡിലുണ്ട്, അല്ലെ ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ അതുപോലുള്ള പാസ്പോർട്ട്, ഇങ്ങനെയുള്ള എന്തെങ്കിലും അഡ്രസ് പ്രൂഫ് ആവശ്യമുണ്ട്. ഇയാൾ വർക്ക് ചെയ്തിരുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ എംപ്ലോയർ ഐഡന്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ അത് പ്രസന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇയാൾ ഈട് കൊടുക്കാൻ പോകുന്ന വസ്തുവിൻ്റെ പേപ്പേഴ്സ് എല്ലാം വേണം. ആ പേപ്പേഴ്സ് എന്താന്ന് ഞാൻ വേറെ സ്ലൈഡിൽ കൂടുതൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ കൂടുതലായിട്ട് പറയുന്നില്ല. വസ്തു സംബന്ധമായ എല്ലാ രേഖകളും, ആധാരം പോലെയുള്ള എല്ലാ രേഖകളും ഇതിനു വേണ്ടി കൊടുക്കണം. കാരണം അത് ഈട് വെച്ചിട്ടാണ് ഈ വായ്പ കൊടുക്കുന്നത്. പിന്നെ ഇങ്ങേരുടെ അക്കൗണ്ട് ഉണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്യുന്നിരുന്ന ആളാണ് എന്നുള്ള രീതിയിൽ ബാങ്കുകാർക്ക് എപ്പോഴും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണമെന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. അതുകൊണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അത് 6 മാസത്തേക്കുള്ളത് വേണം. ഇങ്ങേരുടെ അക്കൗണ്ടിങ് രീതികൾ, സ്വഭാവങ്ങൾ അറിയുക എന്നുള്ളതാണ് 6 മാസത്തേക്കുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ടുള്ള കാരണം. ലോൺ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ അതിൻ്റെ ലോൺ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതിൽ നിന്ന് തന്നെ ഇങ്ങേരുടെ സ്വഭാവം അറിയാനായിട്ട് ക്രെഡിറ്റ് റേറ്റിനോടൊപ്പം സഹായകരമായ ഒരു കാര്യം. ഈ ലോൺ കൊടുക്കുന്നത് 15 കൊല്ലത്തേക്കാണ്. 15 കൊല്ലത്തേക്ക് കൊടുക്കുന്ന ഒരു വായ്പ. നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ മോർഗേജ് ലോണിനെ പറ്റി കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്ത അത് പറഞ്ഞു, നമുക്ക് ആവശ്യമുള്ള ഒരു മൊത്തം തുക ഇപ്പോൾ തരും. അത് പിന്നീട് കുറേശ്ശെ മന്ത്ലിയോ ക്വാർട്ടർലി ആയിട്ട് നമ്മൾ കുറേശ്ശെ അടച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ വായ്പയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമുക്ക് മന്ത്ലി അല്ലെ ക്വാർട്ടർലി ആയിട്ട് കുറേശ്ശെ അങ്ങോട്ട് തരും. ഈ ലോൺ 15 കൊല്ലം കൊണ്ട് തന്നു തീരുമ്പോൾ ഈ തുക ഒന്നിച്ചടയ്ക്കുകയോ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി വിറ്റ് അടയ്ക്കുകയോ അല്ലെങ്കിൽ ഇത് ബാങ്ക് കൈവശത്തിലെടുത്ത് വിറ്റ് ഈ പ്രോപ്പർട്ടി ഈ വായ്പ തീർക്കുകയോ ചെയ്യും. ആ രീതിയിലുള്ളതാണ്. 15 കൊല്ലമാണ് ഈ വായ്പയ്ക്ക് കൊടുക്കുന്ന പീരീഡ്. 15 കൊല്ലം വരേക്കും ഈ ആൾക്ക് ഈ വായ്പയിൽ നിന്നും മന്ത്ലി ആയിട്ട് വേണമെങ്കിൽ, ക്വാർട്ടർലി ആയിട്ടാണെങ്കിലും, ഹാഫ് ഇയർലി ആയിട്ടാണെങ്കിലും, ഇയർലി ആയിട്ടാണെങ്കിലും തുക ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കും.
പിന്നെ ചില ബാങ്കുകൾ ഇതിൻ്റെ ഇൻകം പ്രൂഫ് എടുക്കും. പക്ഷേ ഇതിനകത്ത് ഈ വായ്പ തരാൻ ഇൻകം പ്രൂഫ് ഒരു ക്രൈറ്റീരിയ അല്ല. എന്നിരുന്നാലും ഇങ്ങരുടെ ഇൻകം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് അറിയാൻ വേണ്ടി, ഒരു അസസ്മെന്റിനും വേണ്ടി മാത്രം ഇദ്ദേഹത്തിൻ്റെ കൂടെ സ്പൗസ് ഉണ്ടെങ്കിൽ അവർ എംപ്ലോയി ആണ്, അവരുടെ ഗ്യാരണ്ടർ ഉണ്ടെങ്കിൽ ആ ഗ്യാരണ്ടറുടെ ഉള്ള ഒരു ഇൻകം പ്രൂഫ് വേണം. അതായത് 3 months സാലറി സ്ലിപ്പ് ഉണ്ടാവും. സാലറീസ് ആണെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നതാണെങ്കിൽ റിട്ടേണിൻ്റെ 2 financial yearsന്റെ റിട്ടേൺ കോപ്പി വേണം. സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ അതിൻ്റെ ബാലൻസ് ഷീറ്റ് പോലെയുള്ള സാധനങ്ങൾ, അഡ്രസ് പ്രൂഫ് ഓഫ് ദ ബിസിനസിൻ്റെ വേണം, ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ കോപ്പി, പിന്നെ ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ TDS സ്റ്റേറ്റ്മെൻറ്റ്സ്, അസസ്മെൻറ്റ് ഓർഡറോ 16A അക്നോളജ്മെൻറ്റോ ഏതെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ വല്ല ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആണെങ്കിൽ ബിസിനസ് ലൈസൻസ് പോലെയുള്ള സാധനങ്ങൾ. പ്രൊഫഷൻസ് ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവരുടെ സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങൾ ഇത് ഒരു അവരെ അസസ് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ്. അല്ലാണ്ട് ഇത് വെച്ചല്ല ഈ വായ്പ അനുവദിക്കുക. ഇനി നമുക്ക് തരുന്ന ലോൺ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ലോൺ തരുന്നത് നമ്മൾ ഈട് കൊടുക്കുന്ന പ്രോപ്പർട്ടിയുടെ ഒരു വാല്യുവേഷൻ എടുക്കും. വാല്യുവേഷൻ എടുക്കുന്നത് ബാങ്കിന്റെ അപ്രൂവ്ഡ് വാല്യുവേഷൻ പാനലിലുള്ള ഒരു വാല്യുവറാണ് ഈ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യുന്നത്. ആ വാല്യുവർ ലാൻഡിന് മാർക്കറ്റിലുള്ള ഒരു വാല്യൂ എടുക്കും. അതോടൊപ്പം ബിൽഡിങ്ങിന് എഞ്ചിനീയറുടെ സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ള ഒരു വാല്യൂ എടുക്കും. ആ വാല്യൂവിൽ നിന്നും ഇത് പഴക്കം വന്ന വീടിന്റെ കാലാവധി അനുസരിച്ച് അതിൻ്റെ ഒരു ഡിപ്രീസിയേഷൻ കുറച്ച് വരുന്നതാണ് ഇതിൻ്റെ വാല്യൂ. ആ വാല്യൂ ആണ് അദ്ദേഹം ഈ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് അറൈവ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വാല്യൂവിൻ്റെ, അത് മാർക്കറ്റ് വാല്യൂ ആണ്, ആ മാർക്കറ്റ് വാല്യൂവിൻ്റെ 80% ആണ് നമുക്ക് വായ്പ തരുന്നത്. ഈ റിവേഴ്സ് മോർഗേജ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വായ്പ തരുന്നത് ഈ വാല്യുവേഷൻ എമൗണ്ടിന്റെ 80%. ഇതിൽ തരാവുന്ന മിനിമം ലോൺ എമൗണ്ട് 3 lakhs ആണ്. 3 lakhs എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ വാല്യുവേഷൻ്റെ എത്ര വരണം? ഒരു 5 വേണ്ട 4 ലക്ഷം എങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ 80% എന്ന് പറയുമ്പോൾ നമുക്ക് 3 lakhs. 3 lakhs ആണ് മിനിമം എമൗണ്ട്. മാക്സിമം എമൗണ്ട് 1 crore വരെ എടുക്കാം. 1 crore ആണ് മാക്സിമം. 1 crore എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ വാല്യുവേഷനുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 crore വരെ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ഇത് കൊടുക്കുന്നത് മുമ്പ് പറഞ്ഞു, മന്ത്ലി കൊടുക്കാം, ക്വാർട്ടർലി കൊടുക്കാം, ഇയർലി കൊടുക്കാം. ഈ തുക കൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വേണമെങ്കിൽ, ചെറിയ റിപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയുള്ള എന്തെങ്കിലും റിപ്പേഴ്സ് ഈ വീട്ടിലുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു 50,000 രൂപ വരുന്ന ഒരു തുക വേണമെങ്കിൽ കൊടുക്കാം. ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം 50,000 രൂപ വരും. അല്ല, ഇവർക്കോ സ്പൗസിനോ ഡിപ്പെൻഡന്റ് ആർക്കെങ്കിലും എന്തെങ്കിലും വലിയ മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണ്ടി വന്നാൽ ആ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഈ ലോൺ എമൗണ്ട് 50% ഓർ മാക്സിമം 15 lakhs കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ബാക്കി വരുന്ന തുകയാണ് പിന്നീട് മന്ത്ലി കൊടുക്കുന്നത്, അല്ലെ ക്വാർട്ടർലി കൊടുക്കുന്നത്. അപ്പോൾ 15 കൊല്ലത്തേക്ക് ഇതൊക്കെ ഉണ്ടാവില്ല. അതിൻ്റെ പീരീഡ്, കൊടുക്കുന്ന പീരീഡ് അങ്ങ് കുറഞ്ഞു വരും. അപ്പം അത്രയും പീരീഡിലേക്ക് കിട്ടും. പീരീഡ് കുറഞ്ഞാലും അത്യാവശ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് കൂടിയ തുക ഇതിനകത്ത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഈ പറയുന്ന ഓരോ സ്ലൈഡിനെ പറ്റി അന്നേരം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ അന്നേരം ചോദിക്കാം. ബാക്കി ജനറൽ ആയിട്ടുള്ള സംശയം നമുക്ക് അവസാനം വേണം. ആ സ്ലൈഡിൽ പറയുന്ന കാര്യങ്ങളെ പറ്റി ആ വീടിന്റെ വില മൂല്യം കണക്കാക്കുന്നത് എങ്ങനെയാണ്? വീടിന്റെ മൂല്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. നമ്മുടെ ഒരു പാനൽ വാല്യുവർ ഉണ്ട്, എല്ലാ ബാങ്കുകൾക്കും ഉണ്ട് പാനൽ വാല്യുവർ. ആ വാല്യുവറിൽ ഒരാൾ വന്ന് ഈ പ്രോപ്പർട്ടി എടുക്കും. പ്രോപ്പർട്ടിയിൽ അയാൾ മാർക്കറ്റിലുള്ള, അതായത് ഇതിന്റെ അടുത്തുള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി അറിയാവുന്ന ആൾക്കാരുടെ ആരോടെങ്കിലും ചോദിച്ചാണ് ഇതിന്റെ
ഏക്കറിന്റെ അല്ലെങ്കിൽ സെന്റിന്റെ വില നിശ്ചയിക്കും. ആ ഒരു വില വെച്ചൊരു വില അദ്ദേഹം അസസ് ചെയ്യും. പിന്നീട് ബിൽഡിങ്ങിന് ഇയാൾ മിക്കവാറും ഈ വാല്യുവേറ്റേഴ്സ് എല്ലാം എഞ്ചിനീയേഴ്സ് ആരെങ്കിലും. അപ്പൊ അവർക്ക് ഇതിന്റെ എഞ്ചിനീയറിംഗ് രീതി അത് അനുസരിച്ച് ഇതിന്റെ വാല്യൂ അസസ് ചെയ്യാനായിട്ട് അത് വെച്ച് അവരുടെ വാല്യൂ അസസ് ചെയ്യും. അതിൽ നിന്നും വീടിന്റെ പഴക്കത്തിനനുസരിച്ചുള്ള ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ് ഇതിന്റെ. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് ഇതിന്റെ വാല്യൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. പിന്നെ നമുക്ക് പൈസ ഒന്നും കിട്ടത്തില്ല, എടുക്കാൻ ഒക്കത്തില്ല, അല്ലയോ? ഏതാ സാറേ? ഈ 80% വരെ എടുക്കാം. അത് അപ്പൊ അതില് എനിക്ക് കുറേച്ച തുക എടുത്താൽ മതി. ഞാനൊരു 20 വർഷം ജീവിക്കുക അല്ലെങ്കിൽ 18 വർഷം ജീവിക്കുകയാണെങ്കിൽ എനിക്ക് 15 വർഷം കഴിഞ്ഞ് കളഞ്ഞ് നിന്ന് കളയും, അല്ലയോ? അത് 15 കൊല്ലത്ത് വരത്തേ ഉള്ളൂ സാറേ, മാക്സിമം 15 കൊല്ലം. അല്ലാതെ മരിക്കുന്നിടം വരെ ഇല്ല, അല്ലേ? മരിക്കുന്നേക്ക് വരെ ഇല്ല സാറേ. 15 കൊല്ലത്തിനകം നിങ്ങൾ മരിക്കുന്നതായിരിക്കും കണക്കാക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. 15 കൊല്ലത്തേക്ക് ഉള്ളു സാർ. 15, 75 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ എന്നാണ് അവരുടെ കണക്ക്. ആയിരിക്കാം. ഓക്കെ, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ 15 കൊല്ലം ഉള്ളു ഇതിന്റെ മാക്സിമം പീരീഡ്. ഓക്കെ ഓക്കെ, അതുവരെ കിട്ടും. ഇതിന്റെ മറ്റൊരു കണ്ടീഷൻ, അതായത് മാക്സിമം ലോൺ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതാണ് 1 crore വരെ പോകാം. ഈ ലോണിന്റെ മിനിമം ടെനർ നമ്മൾ 15 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇനി 10 കൊല്ലം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് നമുക്ക് തീർക്കാം. മിനിമം 10 കൊല്ലമാണ്, മാക്സിമം 15 കൊല്ലം. 10 കൊല്ലത്തിൽ കുറഞ്ഞ പീരീഡ് ലോൺ വായ്പ അനുവദിക്കില്ല. 10 കൊല്ലമാണ് ഏറ്റവും മിനിമം വേണ്ടത്, മാക്സിമം 15 കൊല്ലം. ഞാൻ അതിനാ ആദ്യം പറഞ്ഞ സാറേ, ബാങ്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. അവരുടെ മൈൻഡ് അത് എപ്പോഴും ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് എ സർവീസ് ഓർ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം അത് വെച്ചുകൊണ്ടുള്ളതായിരിക്കും അവർ കൊണ്ടുവരുന്ന എല്ലാ സ്കീമും. അത് ആൾക്കാർക്ക് ഗുണത്തിനാണെങ്കിൽ പോലും പദ്ധതി. ഓക്കെ, അപ്പം ഇതിന്റെ പേയ്മെന്റ് പറഞ്ഞ മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഓർ ഇയർലി നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള എമർജൻസി ആവശ്യം വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ പ്രോപ്പർട്ടി 15 കൊല്ലത്തേക്കുള്ള ഇതാന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ പ്രോപ്പർട്ടി 5 കൊല്ലം കൂടുമ്പോൾ ഒരു റീവാലുവേഷൻ നടത്തും. റീവാലുവേഷൻ നടത്തുമ്പോൾ അപ്വേർഡാണ് പലപ്പോഴും ഒരു കൂട്ടിത്തരാൻ പലപ്പോഴും തയ്യാറാകില്ല. പക്ഷേ കുറഞ്ഞു പോയാൽ അതിനനുസരിച്ച് തുക കുറയ്ക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ പൊതുവെ ഇപ്പം അതങ്ങനെ കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ പൊതുവെ ഇല്ലാന്ന് വിചാരിക്കും. അപ്പം 5 കൊല്ലത്തിൽ കൂടുമ്പോൾ ഇതൊരു റീ വാല്യുവേഷൻ ഉണ്ടാവും. അത് ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഹലോ, പറഞ്ഞോ സാർ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇവിടെ ചോദിച്ചല്ലേ സാറേ? ഓക്കെ, അതുപോലെ തന്നെ വാല്യുവേറ്റ് ചെയ്ത അതേ പ്രോപ്പർട്ടി തന്നെയല്ലേ ഇരിക്കുന്നത്, പിന്നെ എന്തിനാ അത് കുറയുന്നത് എങ്ങനെയാ? സാറേ മാർക്കറ്റ് കുറഞ്ഞു പോയാൽ, മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു പോയാൽ, ഓക്കെ, മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു പോയാൽ വരികയല്ലേ? അത്രേ ഉള്ളൂ സാറേ. മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു പോയി. സാറിന്റെ പ്രോപ്പർട്ടിയുടെ സൈഡിൽ കൂടെയാ, കേട്ടോ സാറേ, സാറിന്റെ പ്രോപ്പർട്ടിയുടെ സൈഡിൽ കൂടെയാ കേരളയിൽ വരുന്നെന്ന് വിചാരിച്ചു. അന്നേരം അവര് വന്ന് മാർക്കറ്റ് വില കുറഞ്ഞു 10-ന്, എന്ത് റെയിൽ അതിലെ കൂടെ കയറി വരിക. വർക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ വല്ല എന്തെങ്കിലും ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇത് കുറവ് വരാം. അതിനാണ് അസസ് ചെയ്യുന്നത്. ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ ബാങ്ക് ടു ബാങ്ക് വേരി ചെയ്യാം, കേട്ടോ, അതിന് വ്യത്യാസം വരും. സ്പെസിഫിക് ആയിട്ട് എല്ലാ ബാങ്കിനും ഒരേ റേറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ബാങ്കിന് വ്യത്യാസം. എന്താ സാറേ? അത് സാറ് വേറെ പറയാം. അപ്പൊ ഇതിനൊരു പ്രോസസ്സിംഗ് ഫീ ഉണ്ട്. ആ പ്രോസസ്സിംഗ് ഫീ എല്ലാ ബാങ്കിനും ഉള്ളതാണ്. പ്രോസസ്സിംഗ് ഫീ, ഇതിനും പ്രോസസ്സിംഗ് ഫീ ഉണ്ട്. പിന്നെ ഇതിന് ഈ ലോൺ ഇയാൾക്ക് എപ്പോഴെങ്കിലും കാശുണ്ടായി, അല്ലെങ്കിൽ ഇയാളുടെ മക്കളോ അല്ലെങ്കിൽ ഇയാളുടെ ആരെങ്കിലും ബന്ധപ്പെട്ടവർക്ക് കാശുണ്ടായി ഈ 15 കൊല്ലം വരെ കാത്തിരിക്കാതെ ഇതങ്ങ് തിരിച്ചടയ്ക്കണം എന്നുള്ളൊരു തീരുമാനം ഇതിനു മുമ്പേ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല. അതിന് പ്രീപേയ്മെന്റ് പെനാലിറ്റി കൊടുക്കേണ്ടതും ഇല്ല. ഓക്കെ, പൈസ ഉണ്ടെങ്കിൽ അത് ഇനി ഇങ്ങനെ വേറൊരു പ്രോപ്പർട്ടി കൂടെ ഉണ്ടായിരുന്നു, ആ പ്രോപ്പർട്ടി അദ്ദേഹത്തിന് വിൽക്കാൻ പറ്റി, മറ്റേ വിൽക്കാൻ പറ്റാതെ കിടന്നുകൊണ്ടായി വായ്പ എടുത്തെന്ന് വിചാരിക്കും. ആ പ്രോപ്പർട്ടിക്ക് വില കിട്ടി, അതങ്ങ് വിറ്റ് അയാളുടെ കാശ് വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് തിരിച്ചടയ്ക്കാം, നേരത്തെ തിരിച്ചടയ്ക്കാം. അതിന് ഒരു പ്രശ്നവും ഇല്ല. അതിന് പ്രീപേയ്മെന്റ് പെനാലിറ്റി ഇല്ല.
ഇൻട്രസ്റ്റ് റേറ്റ് അത് നമ്മൾ പറഞ്ഞു, ബാങ്ക് ടു ബാങ്ക് വ്യത്യാസം വരും. സാധാരണഗതിയിൽ ഇപ്പൊ ഇതിനെടുക്കുന്ന റേറ്റ് മിക്കവാറും ബാങ്കിന്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 8 ഉള്ള റേറ്റ് ആണ്. ആ ഒരു റേറ്റ് ആണ്. പക്ഷേ ഇത് ബാങ്ക് ടു ബാങ്ക് ചെറിയ വ്യത്യാസം വരാം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞു ക്രെഡിറ്റ് റേറ്റിംഗിന്റെ സ്കോർ അനുസരിച്ച് ഇതിന്റെ റേറ്റിംഗ് വ്യത്യാസം വരാം. സ്കോർ കൂടിയ ഒരാളാണെങ്കിൽ റേറ്റ് കുറവായിരിക്കും, സ്കോർ കുറഞ്ഞ ആളാണെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും. അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. ഓക്കെ. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഹൗസിംഗ് ലോണിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്, അത് കേട്ടിട്ടുള്ളവരാണ് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഒന്ന്, നമ്മുടെ രജിസ്റ്റേർഡ് ലാൻഡ് ഡോക്യുമെന്റ്സിന്റെ, അതായത് നമ്മൾ ആധാരം എന്ന് പറയുന്നത് അല്ലെ പട്ടയം എന്ന് പറയുന്ന ആ സാധനം, ഒറിജിനൽ ഡോക്യുമെന്റ് അത് ഉണ്ടാകണം. അടുത്തത് അതിന്റെ മുന്നാധാരം വേണം. മുന്നാധാരത്തിൽ അത് വിറ്റയാള് ഫുള്ളായിട്ട് തന്നതാണെങ്കിൽ അതിന്റെ ഒറിജിനൽ വേണ്ടി വരും. അല്ല, പല പ്രോപ്പർട്ടിയുടെ ഒരു കഷ്ണമായിട്ട് നമുക്ക് വിധിച്ചു തന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന്റെ ഒറിജിനൽ കാണുകയില്ല, നമുക്ക് അതിന്റെ കോപ്പിയെ കാണുള്ളൂ. പക്ഷെ അതിന്റെ ഒറിജിനൽ അഡ്വക്കേറ്റ് ഓർ ബാങ്ക് മാനേജർ കണ്ടിരിക്കും. അതാണ് അതിന്റെ മുന്നാധാരം, അതാ പ്രയർ ഡോക്യുമെന്റ് വേണം. പിന്നെ ഈ വസ്തുവിന്റെ അയാളുടെ കൈവശത്തിലാണ് എന്ന് തെളിയിക്കുന്ന കൈവശ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഉണ്ടാകണം. ടാക്സ് പെയ്ഡ് റെസിപ്റ്റ് വേണം. കരമടച്ച് ഇയാൾ ഈ വസ്തു സംബന്ധമായ എല്ലാ കാര്യങ്ങളും അടയ്ക്കുന്നുണ്ട്, വസ്തു സംബന്ധമായ മറ്റു പ്രശ്നമില്ല എന്നുള്ള ഉണ്ടെങ്കിൽ മാത്രം വില്ലേജ് ഓഫീസർ ഈ കരം സ്വീകരിക്കൂ. അങ്ങനെ അപ് ടു ഡേറ്റ് കരം അടച്ചു എന്നുള്ളതിൽ തെളിയിക്കുന്ന രേഖ വേണം. 15 കൊല്ലമെങ്കിലും ഉള്ള ബാധ്യത സർട്ടിഫിക്കറ്റ് വേണം. അതായത് നമ്മുടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ വെച്ചാൽ, ആ മോർഗേജ് വെച്ചാൽ അതിന്റെ കാലാവധി 12 കൊല്ലമാണ്. അപ്പൊ അത് കവർ ചെയ്യാനാണ് 13 കൊല്ലം എടുക്കുന്നത്. 13 കൊല്ലം ബാധ്യത സർട്ടിഫിക്കറ്റ് വേണം. അടുത്തത്, നമ്മുടെ വില്ലേജിൽ ഈ തണ്ടപ്പേരിൽ ഇവന്റെ റെക്കോർഡുകളെല്ലാം ഉണ്ട്, പോക്കുവരവ് ചെയ്തതാണ്, അതിൽ പോക്കും ഉണ്ടായിട്ടില്ല വരവും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്ന പോക്കുവരവ് സർട്ടിഫിക്കറ്റ് എല്ലാം ചെയ്ത തണ്ടപ്പേരിൽ ഉള്ളതാണ് എന്ന് തെളിയിക്കുന്ന തണ്ടപ്പേരിന്റെ കോപ്പിയും രജിസ്ട്രേഷന്റെ കോപ്പി, ഇത്രയും ഡോക്യുമെന്റിന്റെ ഒറിജിനൽസ് ഉണ്ടാകും. അതാണ് അഡ്വക്കേറ്റ് ആണ് ഈ പ്രോപ്പർട്ടി എല്ലാം നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലാ ബാങ്കുകൾക്കും ഓരോ പാനൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്. അവരിത് നോക്കിയിട്ട് അവർ ഒരു റിപ്പോർട്ട് കൊടുക്കും. അതിന്റെ പേരാണ് ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട്. അവർ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് ബാങ്ക് മാനേജർ വായിച്ച് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റും ആ LSRും ഈ ഡോക്യുമെന്റും കൂടെയാണ് മോർഗേജ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സാധനം. ഇനി മറ്റ് ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച കണ്ടീഷനാണ്, ഈ പ്രോപ്പർട്ടിക്ക് ഒരു ബാധ്യത ഉണ്ടാകാൻ പാടില്ല. അത് ഗവൺമെന്റിനുള്ള ബാധ്യതയായാലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു ബാധ്യത ഇതിന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളത് ആണെങ്കിൽ ഇത് എടുക്കുകയില്ല. ഈ പ്രോപ്പർട്ടി ഈ ആളുടെയും അയാളുടെ സ്പൗസിന്റെയും ജോയിന്റ് പൊസിഷൻ ആകാം, അല്ലാണ്ട് വേറെ ആർക്കും അതിനകത്ത് അവകാശം ഉണ്ടാകാൻ പാടില്ല. ഇതൊരു കൃഷി പ്രോപ്പർട്ടി ആകാൻ പാടില്ല, അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ആകാൻ പാടില്ല. അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ആകുമ്പോൾ സർഫാസി ആക്ട് പ്രകാരം ബാങ്കിന് നേരിട്ട് പിടിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അഗ്രികൾച്ചർ പ്രോപ്പർട്ടി പാടില്ല എന്നുള്ള കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. അടുത്തത്, ഈ സ്ഥലത്തേക്ക് ഒരു വഴി ഉണ്ടാകണം. 4 വീലർ ആയിട്ടുള്ള വണ്ടി പോകുന്ന ഒരു വഴി. അത്രയും കണ്ടീഷൻ ഇതിന്. ഇനി അടുത്തത്, നമ്മുടെ ഫ്ലാറ്റ് ആണെങ്കിൽ, ഫ്ലാറ്റ് പോലെയുള്ള സാധനമാണെങ്കിൽ, നമ്മൾ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച ആളാണ്, ഫ്ലാറ്റ് വെച്ച് ഇതെടുക്കാവുന്ന. ഫ്ലാറ്റ് ആകുമ്പോഴത്തേനും അതിന്റെ ഫ്ലാറ്റിന്റെ ബിൽഡർ അലോട്ട്മെന്റ് തന്ന അലോട്ട്മെന്റ് ലെറ്റർ വേണം, അല്ലെങ്കിൽ സെയിൽ എഗ്രിമെന്റ് വേണം. മഹാരാഷ്ട്ര പോലെയുള്ള സ്റ്റേറ്റുകളാണെങ്കിൽ അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട് ഈ ഫ്ലാറ്റുകൾക്ക് വേണ്ടി. അപ്പൊ അവർ രജിസ്റ്റേർഡ് സെയിൽ എഗ്രിമെന്റ് തരും. ആ രജിസ്റ്റേർഡ് സെയിൽ എഗ്രിമെന്റ് വേണം. അതാണ് മഹാരാഷ്ട്ര എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ റെഡിയാന്നുള്ള ഒരു ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ബിൽഡർ തരും. ആ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. പിന്നെ ഇതിന്റെ പ്രോപ്പർട്ടി ടാക്സ് റെസിപ്റ്റ്, അതുപോലെ തന്നെയുള്ള ഇലക്ട്രിസിറ്റി ബില്ലടച്ചു എന്നുള്ള ബിൽ, അത് മെയിൻ്റനൻസ് ബില്ല്. ഇനി ഞാനീ പറഞ്ഞു മഹാരാഷ്ട്രയിലാണെങ്കിൽ അവിടെ ഈ ഫ്ലാറ്റുകളെല്ലാം മാനേജ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മാനേജ് ചെയ്യുന്ന ഫ്ലാറ്റ് ആണെങ്കിൽ അവരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയർ സർട്ടിഫിക്കറ്റ്. അത് കേരളത്തിലൊന്നും അങ്ങനെ, അതുപോലുള്ള മറ്റു പല സ്റ്റേറ്റുകളിലും അതില്ല. അതുകൊണ്ടാണ് മഹാരാഷ്ട്ര എന്ന് സ്പെസിഫിക് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂ പ്രോപ്പർട്ടി ആണെങ്കിൽ, ഇതിപ്പോൾ ഓൾറെഡി ഫ്ലാറ്റ് അലോട്ട് ചെയ്ത് വന്ന കാര്യമായി പറയാം.
ഒരു ന്യൂ പ്രോപ്പർട്ടിയിലാണെങ്കിൽ അതിൻ്റെ കൺവെയൻസ് ഡീഡ് വേണം. അതുപോലെ തന്നെ ഒരു പ്ലാൻ ബിൽഡർ ഉണ്ടാക്കിയ പ്ലാനിൻ്റെ അപ്രൂവ്ഡ് കോപ്പി വേണം, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും. ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫ്ലാറ്റിനെ ഒരു മോർഗേജ് ചെയ്യാൻ എടുക്കാനായിട്ട് പറ്റുക. ഇതിൻ്റെ ഈട് വരുന്നത് നമ്മൾ പറഞ്ഞ ഈ വസ്തു നമ്മൾ ബാങ്കിൽ കൊണ്ട് നമ്മൾ ഈട് വെക്കും. ഈട് വെക്കുന്നതിനാണ് പറയുന്നത് മോർഗേജ് ചെയ്യുക, പണയം വെക്കുക എന്ന്. നമുക്ക് പണയം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ ഓർമ്മ വരുന്നത് സ്വർണം പണയം വെക്കുന്ന കാര്യം നമുക്ക് ഓർമ്മ വരും, അല്ലേ സാറേ? സ്വർണം പണയം വെക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കൊണ്ട വെക്കുകയാണ് ഈ വസ്തു. നമ്മുടെ വസ്തു മൊത്തത്തോടെ എടുത്തുകൊണ്ട് വെക്കാൻ പറ്റുകയില്ല. അതിന് പകരം ഈ ഡോക്യുമെന്റ് എല്ലാം ബാങ്കിനകത്ത് കൊണ്ട് വെക്കുക. ബാങ്കിന്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സെക്യൂരിറ്റി അലമാരയിൽ കൊണ്ടാണ് ഇതിനെ സൂക്ഷിച്ചു വെക്കുന്നത്. അതാണ് ഇക്വിറ്റി ഓൺ മോർഗേജ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് അവിടെ കൊണ്ടുവെക്കും. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി. അതുകൂടാതെ ഈ ബോറോറുമായിട്ടൊരു ബോറോവർ എഗ്രിമെന്റ് എടുക്കും. അത് ഹൗസിംഗ് ലോൺ എടുക്കുന്ന അതേ എഗ്രിമെന്റ് തന്നെയാണ് ഇതിനും എടുക്കുന്നത്. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇതിന് വേണ്ടിയിട്ട് എടുക്കും. ജോയിന്റ് ബോറോവർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെയും കൂടെ കൂടിയായിട്ട് എഗ്രിമെന്റ് എടുക്കും. ഇതുകൂടാതെ ഇതിനൊരു ഗ്യാരണ്ടർ ഉണ്ടാവും. ഗ്യാരണ്ടർ നിർബന്ധമായിട്ട് എടുക്കാറുണ്ട്. ആ ഗ്യാരണ്ടറുടെ എഗ്രിമെന്റ്. ആ ഗ്യാരണ്ടർ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഗ്യാരണ്ടർ അല്ല, അദ്ദേഹത്തിന് ആവശ്യമുള്ള നെറ്റ്വർത്തുള്ള അസറ്റുള്ള ഒരു ആൾ ആയിരിക്കണം. ഒരു നെറ്റ്വർത്തുള്ള ആളായിരിക്കും. അങ്ങനെയുള്ള ആളെ ഗ്യാരണ്ടറായിട്ട് എടുക്കും. ഇനി ഈ വായ്പ തരുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു. ഈ വായ്പ തരുന്ന കാര്യങ്ങളെ പറ്റി ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ ചോദിക്കാം, അല്ലെ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ തിരിച്ചടവ് എന്നുള്ള ഇതിലേക്ക് പോകാം. ഇതിന്റെ തിരിച്ചടവ് ഞാൻ മുമ്പ് പറഞ്ഞു. ഗ്യാരണ്ടറൊക്കെ സാറ് ചോദിച്ചാൽ വയസ്സുകാലത്ത് ചാവായിരിക്കുന്നവന് ആര് വന്ന് നിൽക്കും? ഇയാൾ ചത്തുപോയാൽ ഞാൻ അടയ്ക്കണമെന്നും പറഞ്ഞ് ഒരുത്തിനും ഒപ്പിടത്തില്ല സാറേ. ഗ്യാരണ്ടർ വേണമെന്നാണ് കണ്ടീഷൻ സാർ. അപ്പൊ നിങ്ങളുടെ ബാങ്ക് ലോൺ ഞങ്ങൾക്ക് വേണ്ട, അങ്ങ് വെച്ചോളൂ സാറേ. കേട്ടോ? അതിനെപ്പറ്റി ഞാൻ ഏറ്റവും അവസാനം പറയാം സാറേ. ഓക്കെ, ഇതിന്റെ ഏറ്റവും അവസാനം ഞാൻ പറയാം. ആർക്കെങ്കിലും വേണ്ടതാണോ വേണ്ടാത്തതാണോ ഞാൻ അവസാനമേ പറയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയും എന്തിനാ ഇത് പറയണം എന്ന് ചോദിക്കുക. അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഏറ്റവും അവസാനം പറയും. ഇതിന്റെ തിരിച്ചടവിനെ പറ്റി നമുക്ക് നോക്കാം. ഈ തിരിച്ചടവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലോണിനെല്ലാം നമ്മൾ ഒന്നിച്ച് പൈസ തരും. മന്ത്ലി ആണ് ലോൺ തിരിച്ചടയ്ക്കുന്നത്. ഇത് നേരെ തിരിച്ചാണ്. നമുക്ക് മന്ത്ലി കാശ് തരും. അവസാനം ഇത് ഒന്നിച്ച് തിരിച്ചടക്കും. ഇത് ലംസമായിട്ടാണ്. ഈ ഒന്നുമില്ല, ഇയാൾ മരിച്ചു പോവുകയാണെങ്കിൽ ബാങ്ക് തന്നെ ഈ പ്രോപ്പർട്ടി വിറ്റ് ഈ ലോൺ അടയ്ക്കും. ലോൺ അടച്ചിട്ട് എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഇതിന്റെ അവകാശി ഉണ്ടെങ്കിൽ അവകാശിക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ ബാങ്കിന്റെ പ്രോഫിറ്റിൽ ഇത് ആഡ് ചെയ്ത് പോകും. ഒരവകാശി ഇല്ല എങ്കിൽ അത് ആ രീതിയിലായിരിക്കും പോകുന്നത്. ഇതിന്റെ തിരിച്ചടവ് അങ്ങനെയാണ്. ഇനി ആരെങ്കിലും ഇയാൾ മരിച്ചു പോയി കഴിഞ്ഞ് ഇയാളുടെ ലീഗൽ കെയർ ആയിട്ടുള്ളവർ ഈ വായ്പ തിരിച്ചടയ്ക്കാൻ തയ്യാറാണെങ്കിൽ അയാൾ ലീഗൽ കെയർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ ഡോക്യുമെന്റും അദ്ദേഹത്തിന് ബാങ്ക് തിരിച്ചു കൊടുക്കും. അതാണ് ഇതിന്റെ തിരിച്ചടവിന്റെ കണ്ടീഷൻ. തിരിച്ചടവിന് അതുപോലെ തന്നെ ഇത് മന്ത്ലി റീപേയ്മെന്റ് അല്ല, ഏതാണ്ട് പക്ഷെ 5 കൊല്ലം ഉള്ള ഒരു പീരീഡ് കൊടുക്കുന്നു. ആ പീരീഡിനകത്ത് ഇത് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടി അവർക്ക് അവരവകാശികളാണെന്ന് തെളിയിക്കുന്നവർക്ക് ഇത് തിരിച്ചു കൊടുക്കും. ഈ വായ്പയ്ക്കും ബാങ്കുകൾക്കെല്ലാം അവർക്ക് സർവീസ് ചാർജും പ്രോഫിറ്റുകളും എല്ലാം വേണം, ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൂടാതെ ഇതിന് പ്രോസസ്സിംഗ് ചാർജ് ഒരെടുക്കും. പ്രോസസ്സിംഗ് ചാർജ് 0.5% ആണ്. മിനിമം 2000, അതായത് ലോൺ അമൗണ്ടിന്റെ 0.5%. അതിന്റെ ചാർജുകൾ മിനിമം 2000, മാക്സിമം 20,000. മറ്റ് നോ ഹിഡൻ ഓർ അതർ ചാർജ് വേറെ ഒന്നും വരില്ല. ഈ ഒരു ചാർജ് മാത്രമേ വരികയുള്ളൂ. ഈ ചാർജ് പ്രോസസ്സിംഗ് ചാർജ് ആയിട്ട് ബാങ്കിൽ കൊടുക്കണം. ഇതുകൂടാതെ വക്കീൽ നോക്കുന്നതിന്റെ വക്കീൽ ഫീസ്, വാല്യുവേറ്റർ വാല്യൂ ചെയ്യുന്നതിന്റെ വാല്യുവേഷൻ ഫീസ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നത് തന്നെയാണ് കേട്ടോ. അത് സംശയമൊന്നും വേണ്ട. ഇത് നേരത്തെ തിരിച്ചടയ്ക്കുന്നതിന് റീപേയ്മെന്റ് പെനാൽറ്റിയോ അങ്ങനെയൊന്നും വരില്ല. അത് നേരത്തെ തിരിച്ചടയ്ക്കാം, അതിന് പ്രശ്നങ്ങൾ ഇല്ല. ഈ വായ്പയ്ക്കും അതുപോലെ തന്നെ ടാക്സ്
അടയ്ക്കുന്ന വല്ലതും ആണെങ്കിൽ, ടാക്സ് അടയ്ക്കുന്നവർക്ക് പലപ്പോഴും ഇതിന്റെ ആവശ്യം വരികയല്ല. എന്നാലും ആർക്കെങ്കിലും ഇത് ടാക്സ് അടയ്ക്കുന്ന ഒരാളാണ് ഈ ലോണും കൂടെ എടുത്തെങ്കിൽ പോലും അതിന് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഈ തരുന്ന മന്ത്ലി തരുന്ന തുകയ്ക്ക് ടാക്സ് ഒന്നുമില്ല, അതിന് ഇൻകമായിട്ട് കണക്കാക്കുകയില്ല, അതൊരു വായ്പാ തുകയാണ്. അതുകൊണ്ട് അതിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഈ വീടിന് റിപ്പയറോ വല്ലോ നമ്മൾ ചെയ്താൽ ആ തുക നമ്മൾ ഇതിന്റെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കി നമ്മുടെ ഇൻകം ഉണ്ടെങ്കിൽ ഇൻകത്തിൽ നിന്ന് കുറച്ചുകൊണ്ട് അത് കുറച്ചുള്ള തുകയ്ക്ക് മാത്രം ടാക്സ് കൊടുക്കുക. അപ്പം ഈ റിപ്പയർ തുക കൊടുക്കാം, നമുക്ക് കുറയ്ക്കാൻ പറ്റും. അല്ലാണ്ട് ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന സാലറിയിൽ അവന്റെ വീടും റിപ്പയർ ചെയ്തെന്നും പറഞ്ഞാൽ അവന് കുറയ്ക്കാൻ അനുവാദമില്ല. പക്ഷെ ഈ ലോണിനെ സംബന്ധിച്ചിടത്തോളം ഈ വീടിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്താൽ അതിന് ഇയാളുടെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാനായിട്ടുള്ള വകുപ്പുണ്ട്. അതുപോലെ എന്നാൽ ഇതിന്റെ ലോൺ തിരിച്ചടയ്ക്കുന്നതിന് ഒരു ATC പോലെയോ അങ്ങനെയുള്ള ഹൗസിംഗ് ലോൺ തിരിച്ചടയ്ക്കുന്നതിന്റെ ബെനിഫിറ്റുകളൊന്നും ഇല്ല. ഓക്കെ, മറ്റ് ചില കണ്ടീഷൻ നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ഇക്വിറ്റബിൾ മോർഗേജ് നമ്മുടെ ലോൺ എന്നാണോ നമുക്ക് തരുന്നത് അതിന് ഒരു ദിവസം മുമ്പെങ്കിലും ഈ പണയം വെക്കുന്ന പ്രോസസ്സ് ചെയ്തിരിക്കണം. പണയം വെക്കുന്ന പ്രോസസ്സ് ഒരു ദിവസം മുമ്പ് വെക്കണം. അതിനുശേഷമുള്ള പിറ്റേ ദിവസമാണ് ഈ ഹൗസിംഗ് ലോൺ എഗ്രിമെന്റ് എടുക്കേണ്ടത്. അതാണ് ഈ മോർഗേജിന്റെ റൂൾ, അങ്ങനെയാണ്, നിയമം. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ ബാങ്കിൽ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യം വരും. പിന്നെ പ്രോസസ്സിംഗ് ചാർജ്, മുമ്പ് പറഞ്ഞ പ്രോസസ്സിംഗ് ചാർജ് ഉണ്ട്. ആ പ്രോസസ്സിംഗ് ചാർജ് എല്ലാം ഇതിന് എടുക്കുന്നതാണ്. പിന്നെ ഈ വീട് ഇൻഷുർ ചെയ്യാം. ഇൻഷുറൻസിന്റെ ചാർജും ഈ ആൾ തന്നെ മീറ്റ് ചെയ്യേണ്ടി വരുന്നതാണ്. ഇൻഷുറൻസ് കെട്ടിടത്തിൽ നിർബന്ധമായിട്ട് ഇൻഷുറൻസ് എടുത്തിരിക്കണം. അതുപോലെ തന്നെ ചില ബാങ്കുകൾ ഇയാൾ ലൈഫ് ഇൻഷുർ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അത് എല്ലാ ബാങ്കുകളൊന്നും ഇൻസിസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ വീട് ഇൻഷുർ വേണമെന്നുള്ളത് എല്ലാവരും നിർബന്ധപൂർവ്വം എടുക്കുന്ന ഒന്നാണ്. ഓക്കെ, ഇനി ഈ വീട് അതിന് തിരിച്ചടയ്ക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ വസ്തു വിറ്റു വേണം ഇതിന്റെ തിരിച്ചടവ് നടക്കേണ്ട. അല്ല, വേറെ ആരെങ്കിലും ഇത് തിരിച്ചടയ്ക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് തിരിച്ചടച്ചുകൊണ്ട് ഈ വസ്തു അവർ ലീഗൽ ഹെയർ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നതാണ്. ഇത് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ വസ്തുവിന്റെ ഡോക്യുമെന്റുകളുടെ എല്ലാം കോപ്പി വെച്ചുകൊണ്ട് ഇയാൾക്ക് വസ്തു കച്ചവടം ചെയ്യാനുള്ള ഇടപാടും ചെയ്യാം. ആ തുക അടച്ചു വേണമെങ്കിൽ ഈ ലോൺ തിരിച്ചടയ്ക്കും. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ ഈ വസ്തു സർഫാസ് ആക്ട് പ്രകാരം ബാങ്ക് പിടിച്ചെടുത്തുകൊണ്ട് അവരിത് വിറ്റ് ഈ ലോൺ തിരിച്ചടയ്ക്കും. അങ്ങനെയാണ് ഇതിന്റെ റിക്കവറി വരുന്നത്. ഈ രീതിയിലാണ് ഇതിന്റെ റിക്കവറി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വായ്പയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാണ്. നമ്മൾ ആദ്യം ഇത് റിവേഴ്സ് മോർഗേജ് ലോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഇത് പ്രായ ആൾക്കാർക്ക് അവരുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ മന്ത്ലി ഓർ ക്വാർട്ടർലി എന്ന് വെച്ചാൽ അവരുടെ വസ്തുവിന് ഈടിന് വെച്ച് കൊടുക്കുന്ന ഒരു വായ്പയാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തതിൻ്റെ എലിജിബിലിറ്റി 60 വയസ്സ് കഴിഞ്ഞാലേ ഉള്ളൂ. സ്പൗസ് ഉണ്ടെങ്കിൽ അവർക്ക് മിനിമം 58 വയസ്സ് ഉണ്ടായിരിക്കണം. മറ്റുള്ള ആരുടെയെങ്കിലും പേരിലുള്ള പ്രോപ്പർട്ടിയാണ് എടുക്കാൻ പറ്റില്ല. ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കിയിട്ടാണ് കൊടുക്കുക. അതിൻ്റെ ഡോക്യുമെന്റ് കൊടുക്കുന്ന അഡ്രസ് പ്രൂഫ്, ID പ്രൂഫ് എല്ലാം നമ്മൾ പറഞ്ഞു. അടുത്തത് പറഞ്ഞു ഇതിൻ്റെ ടെനർ 15 കൊല്ലമാണെന്ന് പറഞ്ഞു. ഇൻകം പ്രൂഫ് അത് വ്യക്തി അസസ് ചെയ്യാൻ എടുക്കുമെങ്കിലും അത് ഇതിനകത്തൊരു ക്രൈറ്റീരിയ അല്ലെ കണ്ടീഷനായിട്ട് എടുക്കുന്നില്ല. അതിൻ്റെ ഇൻകം, ലോൺ എമൗണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ്റെ 80% വരെ കൊടുക്കും. അത്യാവശ്യ കേസുകളിൽ മെഡിക്കൽ ഇതിനും അല്ലെങ്കിൽ റിപ്പയറിന് വേണ്ടിയിട്ട് കൂടുതൽ പൈസ കൊടുക്കുന്നതാണ്. മറ്റ് സ്പെഷ്യൽ കണ്ടീഷനുകൾ ഉള്ളതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ഇൻട്രസ്റ്റ് റേറ്റ് ഏതാണ്ട് 8 സംതിങ് ഉള്ള റേറ്റാണ്. ക്രെഡിറ്റ് റേറ്റിംഗ് അനുസരിച്ച് മാറ്റം വരും. ടൈറ്റിൽ ഡീഡ്സിന്റെ ഡോക്യുമെന്റ്, ആധാരം, മുന്നാധാരം, കൈവശം, കരാടച്ച രസീത്, ബാധ്യത സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള രേഖകൾ വേണം. മറ്റുള്ള കണ്ടീഷൻ ഇത് നേരത്തെ തിരിച്ചടയ്ക്കുന്നതിന് പ്രീപേയ്മെന്റ് പെനാൽറ്റി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പ്രോസസ്സിംഗ് ഫീ വരും. സെക്യൂരിറ്റി, ഈ വസ്തു, പിന്നെ ഒരു ഗ്യാരണ്ടർ വേണം. പ്രീപേയ്മെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. പ്രോസസ്സിംഗ് ചാർജിനെ പറ്റി പറഞ്ഞു. ടാക്സ് ബെനിഫിറ്റിനെ പറ്റി മറ്റു കാര്യം. ഓക്കെ, ഇത്രയും ആണ് പറഞ്ഞത്. ഇനി ഞാൻ ഇതിനെപ്പറ്റി അവസാനമായി ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു. ഞാൻ അതിലേക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ PPT സ്റ്റോപ്പ് ചെയ്യാണ്.
അവസാനം പറയാന്ന് പറഞ്ഞൊരു കാര്യം. ആ കണ്ടീഷൻസിന്റെ ഒന്ന് PPT ഒന്ന് ഡിസ്പ്ലേ ചെയ്യുമോ? കണ്ടീഷൻസിന്റെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ ഷെയർ ചെയ്യണം. ഞാൻ എടുത്തു തരാം. ഓക്കെ സർ, താങ്ക് യു. ഒന്നുകൂടെ ഷെയർ ചെയ്യും. സാർ എക്സിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ എടുക്കും. എക്സിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ എടുത്താൽ മതി. എക്സിറ്റ് ചെയ്തിട്ട് ഒന്നും എടുത്താൽ ഓക്കെ. ഓക്കെ, ഇനി എടുത്തോ. ഇനി എടുക്കാം. ഇതിനകത്ത് കണ്ടീഷൻസ് ആവേണ്ട അല്ലേ സാറേ? അതെ സർ, കണ്ടീഷൻസ്, ക്രെഡിറ്റ് റേറ്റിംഗ്, ഡോക്യുമെന്റ്സ്, ഇത് ടെന്യൂർ കണ്ടീഷൻ ആണോ സാർ? ആദ്യം കാണിച്ച ഇപ്പൊ വരുന്ന അതായത് 1 crore വരെ കൊടുക്കാം മാക്സിമം. മിനിമം ടേണർ 10 കൊല്ലം വേണം. മാക്സിമം കൊടുക്കാവുന്ന 15 കൊല്ലം. പിന്നെ എമൗണ്ട് കൊടുക്കാൻ മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഓർ ഇയർലി പേയ്മെന്റ് ആയിട്ടായിരിക്കും കൊടുക്കുക. പിന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു റിപ്പയർ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു 50,000 രൂപ വരെ കൊടുക്കാം. മെഡിക്കൽ വരികയാണെങ്കിൽ ഒരു 15 ലക്ഷം വരെ വരുന്ന ഒരു തുക കൊടുക്കാന്നുള്ള 50% വരെ കൊടുക്കാന്നുള്ള കണ്ടീഷൻ പറഞ്ഞു. പിന്നെ ഇത് പ്രോപ്പർട്ടി റീവാലുവേറ്റ് 5 കൊല്ലം കൂടുമ്പോൾ റിവാലുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേരി ചെയ്യണം എന്ന് പറഞ്ഞു. ഈ കണ്ടീഷൻ ആയിരിക്കും സാർ ഉദ്ദേശിച്ചത്? അല്ല, പിന്നെ ഒരു കണ്ടീഷൻസ് കാണിച്ചില്ലേ സർ? അത് കണ്ടീഷൻ, കണ്ടീഷൻസ് മാത്രം. ഓക്കെ, സ്പെഷ്യൽ അല്ല ഇപ്പൊ വരുന്നുണ്ട്. ഇതായിരിക്കും, ഇത് പ്രോപ്പർട്ടിയുടെ കണ്ടീഷൻ. അതെ ഇതന്നെ. താങ്ക് യു സർ, താങ്ക് യു. ഇതിനകത്ത് സാറിന് വല്ല സംശയം ഉണ്ടോ? ഞാൻ പറയാം. അല്ല, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത്. എടുത്തു. എന്നാ ശരി, മതിയല്ലോ അല്ലേ? മതി സർ, മതി. താങ്ക് യു. ഇനി ഞാൻ സ്റ്റോപ്പ് ചെയ്തോട്ടെ? ഓക്കെ സർ, താങ്ക് യു. ഓക്കെ സാർ. പറയാന്ന് പറഞ്ഞത് പറ സാറേ. പറയാന്ന് പറഞ്ഞ കാര്യം ഞാൻ പറയാം. ഓക്കെ, അത് തന്നെ ആദ്യം പറയാം സാറേ. ഈ സ്കീം വന്നിട്ട് കുറെ കൊല്ലങ്ങളായി സാറേ. എന്തോ നമ്മുടെ ആൾക്കാർ, നമ്മുടെ പ്രായം ചെന്ന ആൾക്കാർ, അവർ മാനസികമായി അവരുടെ സ്വന്തം വീട് ഇങ്ങനെ കൊടുത്തുകൊണ്ട് അവരുടെ ലിവിങ് എക്സ്പെൻസ് എടുക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എന്തോ നമ്മുടെ സീനിയർ സിറ്റിസൺസ്, നമ്മുടെ വൃദ്ധജനം ആ ഒരു മനസ്സ് രൂപപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ വായ്പയുടെ ഡിമാൻഡ് ഏറ്റവും കുറവുള്ള ഒരു വായ്പയാണ്. ഇത് വാങ്ങിക്കാനായിട്ട് കാര്യമായിട്ട് ആൾക്കാർ വരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഞാൻ ഇത് കൊടുക്കാനുള്ള ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് സെല്ലിൽ ആണ് ഞാൻ അവസാനം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് വർക്ക് ചെയ്തത്. അവിടെ കൊടുക്കുന്ന ഹൗസിംഗ് ലോണ്, വിദേശത്ത് പോകുന്ന പിള്ളേരുടെ വിദ്യാഭ്യാസ വായ്പ, ഈ പേഴ്സണൽ ലോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ റിവേഴ്സ് മോർട്ട്ഗേജ് ലോണുമാണ് അവിടെ കൊടുക്കാവുന്നത്. പക്ഷേ ഞാൻ വർക്ക് ചെയ്തിടത്തോളം കാലം ഒരു ലോൺ പോലും 60 ബ്രാഞ്ചോളം ഉള്ളവരുടെ കൊടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് സെല്ലാണ്. ഒരു വായ്പ പോലും അവിടെ കൊടുക്കാൻ ആവശ്യക്കാർ വന്നില്ല എന്നുള്ളതാണ്. ഈ 60 ബ്രാഞ്ചിലും വന്നില്ല എന്നുള്ളത്. 10 വർഷം കഴിയുമ്പോ അത് വിറ്റ് പറക്കി നിങ്ങള് എന്റെ കാശ് മൊത്തം ആരെങ്കിലും വരുമോ സാറേ? അതുകൊണ്ടായിരിക്കും. പക്ഷേ കാരണം 10 വർഷം കഴിയുമ്പോ വീട് പോകുന്നുള്ളത് ഉറപ്പായില്ലയോ? അങ്ങനെ വരുമോ സാറേ? 10 വർഷം കഴിയുമ്പം അത് വിറ്റേച്ച് ഒന്നിച്ചടയ്ക്കണമെന്നാണ് പറയുന്നത്. അത് നടക്കുക. 15 കൊല്ലമുണ്ട് സാർ. അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് വീട് പോകും എന്നുള്ളത് ഉറപ്പല്ലേ 10 വർഷം കഴിയുമ്പം. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് ഒന്നിച്ചടയ്ക്കണം. അപ്പൊ അതുകൊണ്ട് വേണ്ട വെക്കും. അതുകൊണ്ടായിരിക്കും തോന്നുന്നു ആൾക്കാർ. നമുക്ക് ലിമിറ്റ് എത്രമാത്രം എമൗണ്ട് എടുക്കാമെന്നും അത് എന്താകുമെന്നും ഒരു ഐഡിയ ഇല്ലാത്ത ഒരവസ്ഥ. വേണമെങ്കിൽ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു പറഞ്ഞ എല്ലാരും പട്ടിണി കിടക്കാനും തയ്യാറാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യാനായാലും
തയ്യാറാകുന്നില്ല. മക്കളെ വരട്ടാൻ കൊള്ളാം. ഞാന് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലരും മക്കളെ വരട്ടാൻ വേണ്ടി ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇത് പക്ഷെ നേരത്തെ SBI മാത്രമല്ലേ ഉള്ളായിരുന്നു സാറേ. ഞാൻ അവരുടെ കണ്ടത്. അല്ല സാറേ, പല ബാങ്കിലും ഉണ്ട് സാർ. കാനറ ബാങ്കിലും ഉള്ളു, പല ബാങ്കിലും. SBIയുടെ പണ്ട് അവിടെ ഒരു കുറെ കാലങ്ങൾക്ക് മുമ്പ് അവിടെ പോയപ്പം, ഇവിടെ തിരുവനന്തപുരത്ത് ഇതിന് പോയപ്പോ അവിടെ വെച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് അതിന്റെ പേപ്പറും അതും ഇതും എല്ലാം തന്നു. അപ്പൊ അത് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് പലർക്കും പറഞ്ഞു കൊടുക്കുന്നൊക്കെ എന്റെ വൈഫൊക്കെ കേട്ട് ഞാൻ പറഞ്ഞ് എവനെങ്കിലും പറഞ്ഞുതരാം, ഞാൻ ഈട് വെച്ചിട്ട് കാശ് വാങ്ങിക്കും, നീ അടയ്ക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പെരട്ടി. പല ആളുകൾ എന്റെ കൂട്ടിലുള്ള പല പാർട്ടികളും അത് ചെലവിന് കിട്ടുന്നുമുണ്ട്. ഈ വീട് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, സ്ഥലം കൊടുത്താലും മതി അല്ലേ? പോരാ സാറേ, ഇത് വീട് തന്നെ കൊടുക്കണം. നമ്മുടെ കെട്ടിടമുള്ള മറ്റ് കൊമേഴ്സ്യലി കൊടുക്കുന്ന വീട് പോലും സ്വീകാര്യമല്ല സാറ്. താമസിക്കുന്ന വീട് തന്നെ കൊടുക്കും. വീട് തന്നെയാണ് ഒന്നും ഇല്ലാത്ത വേറെ ആകപ്പാടം കിടപ്പാടം മാത്രമുണ്ട്, മക്കള് കാശ് കൊടുക്കുന്നില്ല, ഒരു ചികിത്സയ്ക്കോ വല്ലതും ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാ. പക്ഷെ അത് ഈ പറഞ്ഞാല് 15 years മാത്രമാണ് നമ്മുടെ ടെനർ. നമ്മൾ അത് കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ ജീവിച്ചാലേ ലക്ഷം വീടിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടി വരും. ഒരു ഡൗട്ട് കൂടിയുണ്ട് സാർ. 15 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് റിക്കവറി വരുന്നത്. അപ്പം ഞങ്ങളിപ്പോ ഒരു 10-15 ലക്ഷം അല്ല ഒരു 10-50 ലക്ഷം എന്തെങ്കിലും ലോൺ എടുത്ത്, പക്ഷെ അന്ന് ഏതെങ്കിലും ഒരു കാരണവശാല് അവർ ബാങ്ക് ഇത് റീസെയിൽ ചെയ്യുമ്പോൾ അത്ര എമൗണ്ട് വന്നില്ലെങ്കിൽ ആ ബാലൻസ് എമൗണ്ട് അവർ എങ്ങനെ എടുക്കും? നമ്മളെ ഗ്യാരണ്ടർ ഗ്യാരണ്ടറെ വെച്ചിരിക്കുന്നത് സാർ. അവരെ ഡിസ്റ്റർബ് ചെയ്യും സാർ. ഓക്കെ, അപ്പൊ പറ്റിയ പണിയായി. അതുകൊണ്ടാണ് അൻസാരി സാർ പറഞ്ഞ പോലെ ആരും ഇതിനു വേണ്ടി മെനക്കെടാൻ വരികയല്ലെന്ന് പറഞ്ഞത്, ഗ്യാരണ്ടറായിട്ട് നിൽക്കാൻ. ലൈഫ് ലോങ് എന്നായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു സാർ. ലൈഫ് ലോങ് എന്നായിരുന്നെങ്കിൽ പിന്നെ കോട്ടയം നോക്കിയാൽ മതി. അതാണ് ലൈവ് ലോങ്. ഇത് ഞാൻ പറഞ്ഞില്ല, ബാങ്ക് ഈസ് നോട്ട് എ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സാറേ. സാറേ ഒരു കാര്യം പറയട്ടെ. ഈ ലോണിനെ അല്ലാതെ ആകർഷകമായിട്ട് ചില ആളുകൾക്ക് അധികം ആളുകൾക്ക് തോന്നാതിരിക്കാൻ ഒരു ഉദാഹരണം പറയാം. പറഞ്ഞോളൂ സാർ. ഇവിടെ ഈ മറ്റേ ടാറിട്ട റോഡ് കൂടെ ഒരു പലകയില് ചെറിയ ഒരു 4 ചക്രം വെച്ചിട്ട് അതിലിങ്ങനെ ഊന്നിയിരുന്നിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് നിരക്കിയിട്ട് ഭിക്ഷ അയക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ആ പ്രദേശത്തുള്ള കുറച്ച് മറ്റേ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ചെയ്യണ്ട, നിങ്ങൾക്ക് ഒരു 3 ചക്രമുള്ള സൈക്കിൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവര് കുറെ പൈസ സംഘടിപ്പിച്ച് സൈക്കിളൊക്കെ വാങ്ങി ഇദ്ദേഹത്തിന് ക്ഷണിച്ചു. അദ്ദേഹം പിന്നെ അത് വാങ്ങാനേ പോയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഈ ഉന്തി പോകുമ്പോ എന്തായാലും കിട്ടിയിരുന്നതും കൂടി ഇല്ലാണ്ടാവും കണക്കാക്കിയിട്ട് പിന്നെ മൂപ്പര് വാങ്ങില്ല. അതുപോലെ ഇതുപോലെ ഇത് അത്ര ആകർഷകമായിട്ട് തോന്നുന്നുണ്ടാവില്ല, പല ആങ്സൈറ്റിയും ഇവർക്ക് ഉണ്ടാവും. അതുകൊണ്ടാ സാർ ഇതിന്റെ ഡിമാൻഡ് ഇല്ലാത്ത വായ്പയാണ്. ഡിമാൻഡ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ബാങ്കുകൾ പദ്ധതിയായിട്ട് വന്നത്. വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു സ്കീം ഉണ്ടോ? വിദേശ രാജ്യങ്ങളിലുണ്ട് സാറേ, വളരെ നന്നായി പോകുന്നുമുണ്ട്. അതെങ്ങനെയാ പിന്നെ അവിടെ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് മാനസികാവസ്ഥ ആയിരിക്കില്ല ഇവിടുത്തെ ആൾക്കാരുടെ മാനസികാവസ്ഥ. ഒന്ന് എന്താന്ന് പറഞ്ഞാൽ സാർ, ഈ റിലേഷൻസ് ആണ്. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടെങ്കിൽ എന്റെ പ്രോപ്പർട്ടി എന്റെ മക്കൾക്ക് കിട്ടട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടാണ് ഇവിടെ അത് എടുക്കാത്തത്. ഫോറിനിലൊക്കെ ആ റിലേഷൻസ് ഇല്ലല്ലോ, അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളെ എൻജോയ് ചെയ്താൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ഞങ്ങൾ കഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ പ്രോപ്പർട്ടി ഞങ്ങൾ കഴിഞ്ഞ മക്കൾക്ക് കിട്ടേണ്ട എന്നുള്ള ആ ഒരു റിലേഷൻസ്, ആ ഒരു എമോഷൻസ് ആണ് ഇത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റീസൺ തോന്നുന്നു. ഇതിനകത്ത് ഡിമാൻഡ് വളരെ കുറവാണ്. ഈ HDFC, ICICI പോലുള്ള ഹൈടെക് ബാങ്കുകളിൽ കുറഞ്ഞ ലോൺ ഇതിന് പോയിട്ടുണ്ട്. ബാക്കി ഒന്നും കാര്യമായിട്ട് ഈ വായ്പ അധികം പോയിട്ടില്ല. നമ്മുടെ വാല്യൂ സിസ്റ്റം അനുവദിക്കുന്നില്ല സർ മനസ്സിന്റെ. അതാണ് അതുകൊണ്ടായിരിക്കണം, നമ്മുടെ വാല്യൂ സിസ്റ്റം അനുവദിക്കാത്തതുകൊണ്ടായിരിക്കാം. കൊള്ളാം, മക്കളെ വരട്ടാൻ കൊള്ളാം, സത്യമായിട്ടുള്ളത് പറഞ്ഞാ മതി. ഞാൻ ഇപ്പൊ ഇത് വീട് കൊടുത്തിട്ട് എനിക്ക് ആവശ്യമുള്ള ഓപ്പറേഷന് കാശ് കൊണ്ടു, അല്ലെങ്കിൽ ഒരാഴ്ചക്കകം നീ കാശ് കൊണ്ട് തരണമെന്ന് പറഞ്ഞ് തന്നില്ലെങ്കിൽ ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവന്മാര് തരും. മാത്രമല്ല, ബെറ്റർ ഹാഫ് ഉണ്ടെങ്കിലോ അവരുടെ കാര്യമോ? മക്കളല്ലേ ബെറ്റർ ഹാഫ്.
അവരുടെ കാര്യം വെള്ളത്തിലാവും. കാരണം വീട് അവർക്ക് ഉണ്ടാകില്ല. അതൊരു വിഷയമില്ല. തന്നെ ഒറ്റത്തടിയാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇപ്പൊ മക്കളെ ഉള്ളൂ, കാരണവര് തന്നെയാണ്. ഇപ്പൊ എന്ത് ചെയ്യും? വലിയ ബുദ്ധിമുട്ടാണ്. ബാധ്യത അവർക്ക് ഉണ്ടാക്കി വെക്കില്ലേ? അത് ബാധ്യതയാവും. സാർ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല സാറേ. രണ്ട് വീടും രണ്ട് സ്ഥലവും ഉണ്ടെങ്കിൽ ഒരു വീട് നമുക്ക് ഇത് വെച്ചിട്ട് രണ്ട് വീടുണ്ടാ ചെയ്യാം. രണ്ട് വീടുണ്ടെങ്കിൽ ചെയ്യാം. കാരണം വീട്ടിൽ ആരും ഇല്ല, നോക്കാൻ ആരും ഇല്ല, അന്നത്തേക്കുള്ള നിത്യവൃത്തിക്ക് പൈസയും ഇല്ല, വിറ്റ് കൊണ്ടുപോകാൻ മാർഗവും ഇല്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻസ് എടുക്കും. പക്ഷെ ഇതൊരു ആ വീട് റെന്റ് ഔട്ട് ചെയ്യുവാണെങ്കിൽ കിട്ടിയല്ലോ, കൊമേഴ്ഷ്യൽ പർപ്പസ് ആവില്ലേ? കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ് കിട്ടുകയല്ലേ, കൊമേഴ്ഷ്യൽ ആണ് കിട്ടിയത്. തീർന്നില്ലേ? അല്ലല്ല സാറേ, ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് വലിയ റെക്കോർഡൊന്നും ഇല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാം. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണ് പറ്റുക. ബിസിനസിന് വേണ്ടി ഉപയോഗിക്കുന്ന കൊമേഴ്സ്യൽ ലൈനിലുള്ളത് വീടാണെങ്കിൽ, ഹൗസിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല. ഹൗസിംഗ് റെന്റ് ഔട്ട് ചെയ്യുമ്പോ കൊമേഴ്ഷ്യൽ ആയില്ലേ സാറേ? കാശ് മേടിക്കുമല്ലേ? കൊമേഴ്സ് ആണേലും നമ്മ അതിനെ ആ രീതിയിൽ കണക്കാക്കുന്നില്ല. റെസിഡൻഷ്യൽ കുഴപ്പമില്ല. റെസിഡൻഷ്യൽ വാടകയ്ക്ക് കൊടുക്കുന്നതിന് നമുക്ക് ഡീലിംഗ്സ് പ്രശ്നമില്ല, കുഴപ്പമില്ല. അപ്പൊ ഇതൊരു ഒരു റിച്ച് ഓപ്ഷൻ ആണ്. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പറഞ്ഞപ്പോ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞില്ലേ, വളരെ അട്രാക്റ്റീവ് ആയിരുന്നു സ്കീം. ഇതിന്റെ കാര്യത്തിലേക്ക് കടന്നപ്പോ സംഗതി കുഴഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഡിമാൻഡിനെ പറ്റി ആദ്യം പറയുകയല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് ഞാൻ ഇത്ര അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പേര് ഇത്ര എഴുതത്തില്ല. നിത്യജീവിത ചെലവിനുള്ള വായ്പ എന്നൊന്നും ഞാൻ എഴുതത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇതിവിടെ ഈ വായ്പ എന്താണെന്ന് ആൾക്കാർ ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഈ സ്കീമിനെ പറ്റി പറഞ്ഞത്. ഏതായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വായ്പ വളരെ നല്ലതാണ് എന്ന് ഉള്ള രീതിയിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഓക്കെ, അപ്പൊ ഇത് എന്നതാണെന്നുള്ളതൊന്ന് ഫുൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാര്യം ഇതൊക്കെ പറയുന്നത് നമ്മളുടെ സാഹചര്യങ്ങൾ വെച്ചാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത്. ഈ RDO ഓഫീസുകളിൽ വരുന്ന ട്രൈബ്യൂണൽ കേസുകളിൽ പരമദയനീയമായ കേസുകളും ഉണ്ട്. ഉണ്ട്. അതെല്ലാം ചിലപ്പോൾ ചെയ്തു പോകുന്നവരുണ്ട്. സ്ഥലമുണ്ടായിട്ടും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നരകിക്കുന്നവരുണ്ട്. അതെ 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 അതെ. എനിക്ക് തന്നെ അറിയാം. നല്ല ഒന്നാന്തരം വെളിയിൽ പോയിട്ട് ഇവിടെ വന്ന് നല്ല ഒന്നാന്തരം വീടുമൊക്കെ വെച്ച് മക്കളെ ഇയാൾക്ക് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന കാശ് മുഴുവൻ കൊടുത്ത് മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചിട്ട് അവരവരുടെ കാര്യം നോക്കി. പക്ഷെ വീട് വെച്ചിട്ടുണ്ട്, ഈ വീട്. പിന്നെ അയാൾ അങ്ങനെ എന്നാ ചെയ്യാൻ? അത് അങ്ങനെ ധൈര്യമായിട്ട് ഇതിന് വേണേ പോകാമെന്നാ ഞാൻ ഈ പറയുന്നത്. ആ വീട് അവർക്ക് ആവശ്യമില്ല, പിന്നെ എന്തിനാ ഇത്? അതെ 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 അതെ. അല്ല, പല മക്കളും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. ഈ വീടൊന്നും ഒരു വിഷയമല്ല, പക്ഷെ ഈ ബാധ്യത ഒഴിവാക്കാൻ ആ വീട് വേണേ പൊക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട്. അത്രയും ബാധ്യതയാ ചിലർക്ക് പേരൻസ്. നാളത്തെ ദിവസം നമുക്കൊരു പ്രത്യേക ക്ലാസ് ആണ് ലോസ് ഓഫ് ലീഡർഷിപ്പ്. നമ്മുടെ ലീഡേഴ്സായിട്ട് നമ്മൾ കാണുന്നവരുടെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ചില നിയമവ്യവസ്ഥകളെ, ചില രീതികളെ കുറിച്ച് നാളെ ഓസ്റ്റിൻ വാളൂർ എന്ന് പറഞ്ഞ ടോട്ട്സിലേക്ക് ഒരു ട്രെയിനറാണ്, ഒരു ചെറുപ്പക്കാരനാണ്. തീർച്ചയായിട്ടും നമുക്ക് നാളെ അത് കേൾക്കാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഇതിനകത്ത് സംശയങ്ങളൊക്കെ ഉണ്ടോ? ഇത് എന്നോട് ഇത് എടുക്കണമെന്ന് പറഞ്ഞ ആളെ ഇന്ന് വന്നില്ല എന്ന് തോന്നുന്നു. ഒരു അസീസാമിറ്റാന്ന് തോന്നുന്നു. ഇതിനെപ്പറ്റി പറയണം. അസീസാന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ കൃത്യം ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞിട്ടാണ് ചോദിച്ചു കാണും സാറേ ഇതിനിടയ്ക്ക്. അറിഞ്ഞു കാണും അല്ലേ? അടുത്ത ആഴ്ച ഞാൻ പറയാം, അന്നേരം വരണോന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ? ഓക്കെ, ഗുഡ് നൈറ്റ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ തോമസ് സാർ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ച എന്തായിരിക്കും സാർ? അടുത്ത ആഴ്ച ഈ പറഞ്ഞ പോലെ ആൾക്കാർ ആവശ്യപ്പെട്ടുണ്ട്. അവര് പിന്നെ വരുമോന്ന് എനിക്കറിയത്തില്ല. എന്നോട് ചോദിച്ചതൊന്ന് എഡ്യൂക്കേഷൻ ലോണിനെ പറ്റി പറയണം. അത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്. എന്നാ എഡ്യൂക്കേഷൻ ലോണിന്റെ 2-3 ക്ലാസ് ഉണ്ടാവും. ഒന്ന് മെറിറ്റ് ടയർ വേറെ, മാനേജ്മെന്റ് കോട്ട വേറെ, വിദേശത്ത് പഠിക്കാൻ പോകുന്നതിന്റെ വേറെ, അതെല്ലാം പ്രത്യേകം. ഓക്കെ, ദാറ്റ്സ് ഗുഡ് സർ. അതായത് എപ്പോഴും നമുക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള ക്ലാസ്. മെറിറ്റ് ടയർ വേണം എടുക്കാൻ. വിദേശത്ത് പോകുന്ന അല്ലേ? അതാണോ മെറിറ്റ് ടയർ? അല്ല, മെറിറ്റ് ടയർ എന്ന് പറഞ്ഞാൽ ഇവിടെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ പിള്ളേർ. മെറിറ്റിൽ. ഓക്കെ. അംശ സാർ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? അല്ല സാറേ, എന്തായാലും ഇത് അവസാനം ലാസ്റ്റ് ഒരു റിസോർട്ട് എന്നുള്ള രൂപത്തില്
ഒരു എന്താ പറയാ ഒരു കച്ചിത്തുറുമ്പ് നമുക്ക് കയ്യിലുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് അവസാന നിമിഷത്തിലേ ഈ നിലയ്ക്ക് ഒരു ആയുധം ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രതീക്ഷ തരുന്ന ഒരു ക്ലാസ് തന്നെയാണ്. നന്നായിട്ട് ആശയം കിട്ടിയിട്ടുണ്ട്. അത് ഇല്ലാണ്ട് വരില്ല സാറേ. നമുക്ക് ഇതിനെ പറ്റി ഒരു വിവരം കിട്ടിയ നമുക്കിത് എടുക്കാൻ പാടില്ലാത്തൊരു സാധനമൊന്നും അല്ല. സ്കീമുണ്ട്. കേരള ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കിലും ഇല്ല, സ്പെസിഫൈഡ് ചില ബാങ്കുകളിലെല്ലാം ഈ സ്കീമുണ്ട്. HDFC ICICI ബാങ്ക് ഒക്കെ കൊടുത്തിട്ടുമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പലരും ഈ പറയുന്ന പോലെ നരകിച്ച് ജീവിക്കുന്നവരുണ്ട്. എല്ലാം ഉണ്ട്, അവർക്ക് ഇഷ്ടംപോലെ അസറ്റ് ഉണ്ട്, വീടുകളുണ്ട്, സ്ഥലമുണ്ട്. പക്ഷെ മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഇല്ലാതെ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാം. ആണൊക്കെയാണ് വിചാരിച്ചിട്ടും ആൾക്കാരെന്തോ പറയും, ഈ പിള്ളേരെ കൊണ്ട് വഴിതാക്കാനാണോ എന്ന് വിചാരിക്കുന്ന ധാരണയുണ്ടാവും ചിലപ്പോ. അത് സാറേ, പ്രായം ചെന്ന ആളുകൾക്ക് നമ്മൾ പോയി അവരുടെ അടുത്ത് ഇരിക്കുമ്പോഴാണ് അവരുടെ സങ്കടങ്ങളും കഥകളും അറിയുക. അവര് അങ്ങേയറ്റം വരെ അവഗണിക്കപ്പെട്ട ആളുകളാണ്. ഒരു തൈലം ലേശം വാങ്ങി തേക്കാൻ കഴിയാത്ത നല്ല സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട അമ്മമ്മമാരുണ്ട്. പക്ഷെ ഇതിന് പോയി കഴിഞ്ഞാൽ ഇതില് എന്താന്ന് പറഞ്ഞ സാർ, ഒന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങള് ഇപ്പോ പ്രായമാവുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ക്യാഷ് സേവ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കണം. ഹാർഡ് ക്യാഷ്. എസറ്റ് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, ജീവിക്കണമെങ്കിൽ ഹാർഡ് ക്യാഷ് വേണം. പക്ഷെ ഇത് മനസ്സിൽ ആർക്കും തോന്നുന്നില്ല. എല്ലാവരും എന്തെങ്കിലും പ്രോപ്പർട്ടി എന്തൊക്കെ എടുത്തിട്ട് ഞങ്ങളെ മക്കൾക്ക് ആവട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഉള്ളത്. അതല്ല, ഒരു ഹാർഡ് ക്യാഷ് വി ഓൾവേസ് കീപ് എസ് എ റെവന്യൂ. അതാണ് അതിപ്പോ സേവിങ്സിൽ പറയുന്നുണ്ട്, നിങ്ങളെ ഇൻകമിന്റെ 1/3 നിങ്ങളൊന്ന് എവിടെയെങ്കിലും സേഫ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം വരുന്നത് ക്യാഷ് ആണ്, നിങ്ങളെ അസറ്റോ നിങ്ങളെ പ്രോപ്പർട്ടീസോ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു മെന്റാലിറ്റി ഞങ്ങളെ ജനറേഷൻസിൽ വരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ നോക്കുള്ളൂ. തീർച്ചയായിട്ടും നല്ലൊരു അഭിപ്രായം തന്നെയാണ് സാർ. ഒരു മിനിമം എമൗണ്ട് നമ്മുടെ ഒരു സേഫ്റ്റി ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എത്ര കോൺഫിഡൻസോടെ ജീവിക്കുന്നത് അല്ലേ. പല പെൻഷൻ സ്കീമുകൾ തന്നെയുണ്ട് സാർ, അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതൊരു എപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള ഒരു മുൻവിധി അത് വളരെ കൃത്യതയോടെ നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനത്തെ ക്ലാസ്സിലൊക്കെ ഒരു അവയർനെസ് എല്ലാവർക്കും ഒരു ടിപ്പ് കൊടുക്കാൻ നമുക്ക് ഇല്ലെങ്കിൽ. അതെ അതെ. നാഗേഷ് എവിടെയാണ് സാർ? എവിടെയാണ്? നേറ്റീവ് കാസർഗോഡാണ്. ഇപ്പൊ കാലിക്കറ്റ് ഉണ്ട് മകളെ അടുത്ത്. ഞാനൊരു റിട്ടയർഡ് ആണ്, ഇൻഷുറൻസിൽ ഉണ്ടായിരുന്നു. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൽ സീനിയർ ഡിവിഷണൽ മാനേജർ ആയിട്ട് റിട്ടയർഡ് ആയാണ്. ഇങ്ങനെ കുറെ ഇങ്ങനത്തെ നമ്മളെ മോട്ടിവേഷൻ ക്ലാസ്സും മറ്റേ ഇതിലൊക്കെ അറ്റൻഡ് ചെയ്യൂ. പിന്നെ യങ്സ്റ്റേഴ്സിന് കുറച്ച് മോട്ടിവേഷനും കൊടുക്കൂ. അതൊരു ഹോബിയാണ്. ഞങ്ങൾക്കൊരു മോട്ടിവേഷന്റെ ഒരു ക്ലാസ് ഞാൻ ആലോചിക്കുന്നു സാർ. യെസ്, സാറിന്റെ നമ്പർ ഒന്ന് പറയൂ. 9447 520 279. കഴിഞ്ഞ 2 വർഷം ഈ കോവിഡ് വന്ന പിന്നെ പുറത്തൊന്നും ഇറങ്ങാതെ ഇങ്ങനെ അകത്തായപ്പാട് മാക്സിമം നമ്പർ ഓഫ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. അങ്ങനെ എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ എല്ലാം ഇത് ഓൺലൈൻ അറേഞ്ച് ചെയ്യുന്നവർക്കെല്ലാം അറിയാം എന്നെ. അപ്പൊ ഞങ്ങള് സുധാ സാറെല്ലാം പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിലെല്ലാം വന്നിട്ട് ചേർന്നിട്ട് അറിയാം. പിന്നെ അങ്ങനെ ഇതിലുള്ള ഒരാളാണ് ഇതിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നത്. അങ്ങനെ ഇപ്പൊ കുറച്ച് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. സാറിന്റെ ഇതൊന്ന് ക്യാമറ ഒന്ന് ഓൺ ചെയ്യോ സാറിനെ ഒന്ന് കാണാനായിട്ട്? ഓക്കെ ഓക്കെ സാർ. ആളാണോന്നൊരു സംശയം. കണ്ടിട്ടുണ്ട്, അതാണ് സാർ. തോമസ് സാറ് പോസിറ്റീവ് ക്ലാസ് എടുക്കുന്നതാണ്, ഞാൻ എടുക്കാറുണ്ട്, ഉലകന്നൻ സാർ എടുക്കാറുണ്ട്. ഞാൻ കുറെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന മാത്രമല്ല, നിങ്ങൾ പറഞ്ഞാൽ ഇതിനെ എഴുതി എടുക്കും. അതാ ഇപ്പൊ ആ സ്ക്രീൻഷോട്ട് കണ്ടീഷൻസ് സാറിനോട് ഒന്നുകൂടി ചോദിച്ചത്. അതാണ്. അതെങ്കിൽ ആരെങ്കിലും ചോദിച്ചെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാല്ല സാർ. അതാണ് സാറേ, ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇതുപോലെ നമ്മളെല്ലാവരും ക്ലാസ് എടുക്കുന്നുണ്ട്. ഇത് എല്ലാവരും ആർക്ക് ക്ലാസ് എടുക്കാനും സൗകര്യപ്രദമായി നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക. കാരണം നമ്മൾ അങ്ങനെ ഒരു രീതി അല്ലാതെ. ഓക്കെ, ഞാൻ പറയാം, സാറിനോട് പറയാം. തീർച്ചയായും. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് തോമസ് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയാം. അടുത്ത ആഴ്ച കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ലോണുകളെ കുറിച്ച്, അതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചൊക്കെ സാറ് നമ്മളെ ഓർമ്മിപ്പിക്കും. നാളത്തെ ദിവസം ലോസ് ഓഫ് ലീഡർഷിപ്പ്. താങ്ക് യു. മറ്റു
മറ്റു പല കാര്യങ്ങളിലും പ്രശസ്തരായ ആളുകളുടെ ജീവിത ശൈലിയെ അതെങ്ങനെയാണ് നമ്മൾ കാണേണ്ടതെന്ന് ഓസ്റ്റിൻ വാൽവ് ചെറുപ്പക്കാരനാണ്, തീർച്ചയായിട്ടും നല്ല ക്ലാസ് ആണ്. ഒത്തിരി ക്ലാസ്സുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരിക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. Thank you.